നിങ്ങൾ ദിവസവും ഉപയോഗിക്കുന്ന ആ ഗംഭീര സുഗന്ധത്തിന്റെ പിറവിക്ക് പിന്നിൽ ലക്ഷക്കണക്കിന് പൂക്കളുടെയും വർഷങ്ങളുടെ കാത്തിരിപ്പിന്റെയും ഒരു മാന്ത്രിക ലോകമുണ്ടെന്നറിയുമോ? നിങ്ങളുടെ പ്രിയപ്പെട്ട പെർഫ്യൂമിന്റെ ഓരോ തുള്ളിയും എങ്ങനെയാണ് സൃഷ്ടിക്കപ്പെടുന്നതെന്ന് അറിയാൻ ഈ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. നമുക്ക് ചുറ്റുമുള്ള ഏറ്റവും ആഡംബരമുള്ളതും ആകർഷകവുമായ സുഗന്ധത്തിന്റെ ലോകത്തിലേക്ക് ഒരു യാത്ര പോകാം. തിളങ്ങുന്ന ഗ്ലാസ് ബോട്ടിലുകൾ ഉണ്ടാക്കുന്നത് മുതൽ മികച്ച ചേരുവകൾ ശ്രദ്ധയോടെ തിരഞ്ഞെടുക്കുന്നത്, അതുപോലെ ആ മികച്ച സുഗന്ധം കൂട്ടിച്ചേർക്കുന്ന കലാപരമായ പ്രക്രിയ വരെ ഞങ്ങൾ നിങ്ങളെ പരിചയപ്പെടുത്തുന്നു. തെക്കൻ ഫ്രാൻസിലെ മനോഹരമായ കുന്നിൻ പ്രദേശങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന ഗ്രാസ് എന്ന പട്ടണം ലോകത്തിന്റെ പെർഫ്യൂം തലസ്ഥാനം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. 1750-കൾ മുതൽ സുഗന്ധദ്രവ്യങ്ങൾ ഉണ്ടാക്കുന്ന ഈ കൈവേലയുടെ ജന്മസ്ഥലമാണ് ഗ്രാസ്. ഇന്നും ഷാനൽ, ഡിയോർ പോലുള്ള ലോക പ്രശസ്തമായ ബ്രാൻഡുകൾ പുതിയ സുഗന്ധങ്ങൾക്കായി ഇവിടേക്ക് തന്നെയാണ് തിരികെ എത്തുന്നത്. റോസ്, ജാസ്മിൻ, ലാവണ്ടർ എന്നിവ വളർത്താൻ ഏറ്റവും അനുയോജ്യമായ കാലാവസ്ഥയാണ് ഇവിടെ. ഗ്രാസിൽ പെർഫ്യൂം ഒരു സാധാരണ ഉൽപ്പന്നമല്ല, അതൊരു യഥാർത്ഥ കലാസൃഷ്ടിയായിട്ടാണ് കണക്കാക്കുന്നത്. എസൻഷ്യൽ ഓയിലുകൾ, സസ്യങ്ങൾ, പഴങ്ങൾ, പൂക്കൾ എന്നിവയെല്ലാം ആൽക്കഹോളുമായി ശ്രദ്ധാപൂർവം കലർത്തി സന്തുലിതമായി നിലനിർത്തുന്നു. ഓരോ മിശ്രിതവും വർഷങ്ങളുടെ പരിശീലനം ലഭിച്ച വിദഗ്ധരായ പെർഫ്യൂമർമാർ അഥവാ മൂക്കുകൾ മണത്തുനോക്കി ഉറപ്പുവരുത്തുന്നു. സുഗന്ധം പൂർണ്ണമായ തികവിൽ എത്തുന്നതുവരെ അവർ ഫോർമുല ക്രമീകരിച്ചുകൊണ്ടേയിരിക്കുന്നു. ലോകത്തിൽ ഏറ്റവും പ്രിയപ്പെട്ട എസൻഷ്യൽ ഓയിലുകളിൽ ഒന്നാണ് ലാവൻഡർ ഓയിൽ. ഇത് സൗന്ദര്യവർദ്ധക ഉൽപ്പന്നങ്ങളിൽ ഉപയോഗിക്കുന്ന ഒരു ശക്തമായ ചേരുവയാണ്. തെക്കൻ ഫ്രാൻസിലെ കുന്നുകളിൽ അനന്തമായ ലാവൻഡർ വയലുകൾ ഒരു പർപ്പിൾ കടൽ പോലെ പരന്നു കിടക്കുന്നു. എന്നാൽ ഒരു പ്രധാന കാര്യം, പൂർണ്ണമായി വളരാനും ഏറ്റവും ഉയർന്ന വിളവ് നൽകാനും ലാവൻഡറിന് 5 വർഷം വരെ സമയമെടുത്തേക്കാം എന്നതാണ്. കളകളാണ് ലാവൻഡറിന്റെ 1-ാം നമ്പർ ശത്രുക്കൾ. അതിനാൽ മെയ് മുതൽ സെപ്റ്റംബർ വരെ കളനിയന്ത്രണം ഒരു മുഴുവൻ സമയ ജോലിയാണ്. ചെടികളെ നിലനിർത്താൻ പ്രത്യേക യന്ത്രങ്ങൾ ചൂടുള്ള നീരാവി പ്രയോഗിക്കുന്നു. ലാവൻഡർ തേനീച്ചകളെ ആകർഷിക്കുന്നതിനാൽ തന്നെ അതിൽ നിന്ന് തേൻ പോലും ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. കൃത്യമായ സമയത്ത് ലാവൻഡർ വിളവെടുക്കുന്നത് ഒരു കല തന്നെയാണ്. ഇതളുകളുടെ നിറം കടും പർപ്പിളിൽ നിന്ന് ഒരു പൊടി കലർന്ന ചാരനിറത്തിലേക്ക് മാറുമ്പോഴാണ് വിളവെടുപ്പിനുള്ള സൂചന. വിളവെടുപ്പിനുള്ള സമയം വളരെ കുറവ് തന്നെയാണ്. വെറും കുറച്ച് ആഴ്ചകൾ മാത്രം പൂക്കളുടെ സുഗന്ധം ഏറ്റവും തീവ്രമായിരിക്കുകയും എണ്ണയുടെ അളവ് ഏറ്റവും കൂടുതലായിരിക്കുകയും ചെയ്യുന്ന അതിരാവിലെയാണ് പൂക്കൾ മുറിക്കുന്നത്. കാര്യക്ഷമമായി ഇത് ചെയ്യുന്നതിനായി അവർ പ്രത്യേക വിളവെടുപ്പ് യന്ത്രങ്ങൾ ഉപയോഗിക്കുന്നു. ഈ യന്ത്രങ്ങൾ ഓരോ തണ്ടും അടിത്തറയോട് ചേർന്ന് ഏകദേശം 6 ഇഞ്ച് നീളത്തിൽ മുറിക്കുന്നു. ശരിയായ പരിചരണത്തിലൂടെ ഒരു ലാവൻഡർ ചെടിക്ക് എണ്ണയുടെ ഗുണനിലവാരമോ അളവോ കുറക്കാതെ 7 വർഷം വരെ തുടർച്ചയായി വിളവെടുപ്പ് നടത്താൻ കഴിയും. ലാവൻഡറിന് ധാരാളം പ്രാധാന്യമുണ്ടെങ്കിലും റോസുകളാണ് എസൻഷ്യൽ ഓയിലുകളുടെ ലോകത്തിലെ യഥാർത്ഥ MVP. റോസ് ഓയിലിന് സവിശേഷമായ ശുദ്ധവും സങ്കീർണവുമായ സുഗന്ധവുമുണ്ട്. എന്നാൽ റോസ് ഓയിലിനുള്ള ആവശ്യം വളരെ കൂടുതലാണെങ്കിലും റോസുകൾ വിളവെടുക്കുന്നത് എളുപ്പമല്ല. ഏകദേശം 350 ടൺ റോസാ ഇതളുകൾ ശേഖരിക്കാൻ കർഷകർക്ക് ഓരോ വർഷവും കുറഞ്ഞത് ആഴ്ചകൾ മാത്രമേ ലഭിക്കുകയുള്ളൂ. ലാവൻഡറിൽ നിന്ന് വ്യത്യസ്തമായി ഓരോ പൂവും കൈകൊണ്ട് പറിച്ചെടുക്കുന്നു. ദുർബലമായ ഇതളുകൾക്ക് കേടുപാടുകൾ സംഭവിക്കാതിരിക്കാൻ ശ്രദ്ധയോടെയാണ് വിളവെടുപ്പ്. റോസാപ്പൂവിനപ്പുറം ജാസ്മിൻ പെർഫ്യൂം ലോകത്തിലെ മറ്റൊരു സൂപ്പർ സ്റ്റാറാണ്. ജാസ്മിൻ ഓയിൽ അതിൻ്റെ മധുരവും ആകർഷണവുമായ സുഗന്ധത്തിന് പ്രസിദ്ധമാണ്. എല്ലാ അതിരാവിലെയും 100 കണക്കിന് തൊഴിലാളികൾ ജാസ്മിൻ പൂക്കൾ മൃദുവായി പറിച്ചെടുത്ത് കൊട്ടകളിൽ വെക്കുന്നു. പൂക്കൾ വിളവെടുത്തു കഴിഞ്ഞാൽ സമയം പാഴാക്കാൻ പാടില്ല, അഥവാ വേർതിരിച്ചെടുക്കൽ കേന്ദ്രത്തിലേക്ക് നേരിട്ട് കൊണ്ടുപോകുന്നു. കാരണം സമയമാണ് ഇവിടെ എല്ലാം. പ്രദേശം 1100 പൗണ്ട് ഫ്രഷ് ലാവൻഡർ തണ്ടുകൾ വലിയ സ്റ്റെയിൻലെസ് സ്റ്റീൽ വാറ്റിയെടുക്കൽ ടാങ്കിൽ നിറക്കുന്നു. ടാങ്ക് നിറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റീം ബോയിൽ വേർതിരിച്ച് പ്രവർത്തിക്കുന്നു. ബോയിലർ വെള്ളം ചൂടാക്കി നീരാവിയാക്കുന്നു. ഇത് വാറ്റിയെടുക്കൽ ടാങ്കിന്റെ അടിയിലേക്ക് കുറഞ്ഞ മർദ്ദത്തിൽ ഏകദേശം 80 പൗണ്ട് പെർ സ്ക്വയർ ഇഞ്ച് എന്ന കണക്കിൽ 220 ഡിഗ്രി ഫാരൻഹീറ്റ് താപനിലയിൽ പമ്പ് ചെയ്യുന്നു. ആദ്യത്തെ 15 മിനിറ്റ് നീരാവി ലാവൻഡറിനെ ചൂടാക്കുന്നു. അടുത്ത 30 മിനിറ്റ് ആ ചൂട് ഇതളുകൾക്കുള്ള എണ്ണ ഗ്രന്ഥികളെ വിഘടിക്കാൻ തുടങ്ങുന്നു. ലാവൻഡർ സത്തായാൽ നിറഞ്ഞ ആ നീരാവി ഒരു നീണ്ട കണ്ടൻസർ പൈപ്പിലൂടെ സഞ്ചരിച്ച് തണുപ്പിക്കപ്പെടുമ്പോൾ ദ്രാവകമായി തിരികെ മാറുന്നു. ലാവൻഡർ ഓയിൽ വെള്ളത്തേക്കാൾ ഭാരം കുറഞ്ഞതിനാൽ മുകളിലേക്ക് പൊങ്ങിക്കിടക്കുകയും പാളികളായി ശേഖരിക്കപ്പെടുകയും ചെയ്യുന്നു. ഏകദേശം 1100 പൗണ്ട് ഫ്രഷ് ലാവൻഡറിൽ നിന്ന് വെറും 110 പൗണ്ട് എസൻഷ്യൽ ഓയിൽ മാത്രമേ ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ.
റോസ ഇതളുകളിൽ വളരെ കുറഞ്ഞ അളവിൽ എസൻഷ്യൽ ഓയിൽ മാത്രമേ അടങ്ങിയിട്ടുള്ളൂ. അവയുടെ മൊത്തം ഭാരത്തിൻ്റെ വെറും 0.03% മാത്രം. 1 പൗണ്ട് ശുദ്ധമായ റോസ് ഓയിൽ ഉൽപ്പാദിപ്പിക്കാൻ നിങ്ങൾക്ക് ഏകദേശം 5000 പൗണ്ട് ഇതളുകൾ ആവശ്യമാണ്. 1 പൗണ്ട് ജാസ്മിൻ ഓയിൽ വേർതിരിച്ചെടുക്കാൻ നിങ്ങൾക്ക് 30 ലക്ഷം മുതൽ 40 ലക്ഷം വരെ പൂക്കൾ തന്നെ ആവശ്യമുണ്ട്. എസൻഷ്യൽ ഓയിലുകൾ വാറ്റിയെടുത്തതിനു ശേഷം അവ ഒരു ആഡംബര പെർഫ്യൂം ബോട്ടിലുമായി മാറാൻ തയ്യാറല്ല. സുഗന്ധം സ്ഥിരപ്പെടുത്താനും സങ്കീർണത വളർത്താനും എണ്ണകളെ മാസങ്ങളോളം സംഭരണികളിൽ സൂക്ഷിക്കുന്നു. അവിടെ നിന്ന് അത് ലബോറട്ടറിയിലേക്ക് പോകാനുള്ള സമയമായി. ഒരു മാസ്റ്റർ പെർഫ്യൂമർ ആകാൻ വർഷങ്ങളുടെ പഠനം ആവശ്യമാണ്. ലബോറട്ടറികൾക്കുള്ളിൽ പെർഫ്യൂമർമാർക്ക് 5000-ലധികം വ്യത്യസ്ത എസൻഷ്യൽ ഓയിലുകളുടെ ലൈബ്രറിയിലേക്ക് പ്രവേശനമുണ്ട്. ഒരു തുള്ളി പെർഫ്യൂം ഉണ്ടാക്കുന്നതിന് മുമ്പ് അസംസ്കൃത വസ്തുക്കളുടെ ശുദ്ധി പരിശോധിച്ചെടുക്കുന്നു. അതിനായി അവർ ഗ്യാസ് ക്രോമറ്റോഗ്രാഫി എന്ന ഒരു അത്യാധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്നു. ഇത് ഓരോ തന്മാത്രയെയും ട്രാക്ക് ചെയ്ത് ഒരു പൂർണ്ണമായ രാസ പ്രൊഫൈൽ സൃഷ്ടിച്ചെടുക്കാൻ സഹായിക്കുന്നു. തുടർന്ന് എണ്ണകൾ തൂക്കി നോക്കി കോമ്പോസിഷൻ എന്നറിയപ്പെടുന്ന മിശ്രണത്തിന്റെ ആദ്യഘട്ടം ആരംഭിക്കുന്നു. അടുത്തതായി മിശ്രിതം ആൽക്കഹോൾ ഉപയോഗിച്ച് നേർപ്പിക്കുകയും ഒരു നിശ്ചിത കാലയളവിലേക്ക് എഡ്ജ് ചെയ്യുകയും ചെയ്യുന്നു. പരമാവധിയായി കഴിഞ്ഞാൽ പെർഫ്യൂം തണുപ്പിക്കുകയും ഫിൽട്ടർ ചെയ്യുകയും ചെയ്ത് മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നു. നമ്മൾ തിരിച്ചറിയുന്ന ആ തിളങ്ങുന്ന ആകർഷകമായ പെർഫ്യൂം ബോട്ടിലുകൾ ഉണ്ടാക്കാൻ മണ്ണിൽ സോഡ ആഷ്, ചുണ്ണാമ്പുകല്ല് എന്നിവ കലർത്തി 2900 ഡിഗ്രി ഫാരൻഹീറ്റ് താപനിലയിൽ വേവിക്കുന്നു. ഒരു മോൾഡിന് അറ്റകുറ്റപ്പണികൾ ആവശ്യമുള്ളതിന് മുമ്പ് 2,60,000 ബോട്ടിലുകൾ വരെ ഇത് ഉൽപ്പാദിപ്പിക്കാൻ കഴിയും. മോൾഡിൽ നിന്ന് പുറത്തിറങ്ങിയ ശേഷം ഉപരിതലം മിനുസപ്പെടുത്താനും തിളക്കമുള്ളതാക്കാനും ബോട്ടിലുകൾ ഒരു ഫയർ പോളിഷിംഗ് പ്രക്രിയയിലൂടെ കടന്നുപോകുന്നു. തുടർന്ന് അവ പരിശോധിക്കുകയും കേടുവന്ന റീസൈക്ലിങ്ങിനായി അയക്കുകയും ചെയ്യുന്നു. ഫില്ലിംഗ് സ്റ്റേഷനിൽ സ്ത്രീകൾക്കായി രൂപകൽപ്പന ചെയ്ത പെർഫ്യൂമുകളിൽ സാധാരണയായി ഏകദേശം 2/3 ആൽക്കഹോൾ അടങ്ങിയിരിക്കും. അതേസമയം പുരുഷന്മാരുടെ സുഗന്ധങ്ങളിൽ 95% വരെ ആൽക്കഹോൾ ഉണ്ടാകും. ഫില്ലിംഗ് പ്രോസസ്സ് അൾട്രാ കൃത്യതയുള്ള നോസിലുകൾ ഉപയോഗിച്ച് ഓരോ ബോട്ടിലിലേക്കും കൃത്യമായ അളവിൽ പെർഫ്യൂം നൽകുന്നു. അവസാനമായി സ്പ്രേ പമ്പ് ഘടിപ്പിച്ച് ഓരോ യൂണിറ്റിലും ഒരു പ്രത്യേക ബാച്ച് കോഡ് പതിപ്പിച്ച് പാക്കേജിംഗ്, ലേബലിംഗ്, റാപ്പിംഗ് എന്നിവ കൈകൊണ്ട് ചെയ്യുന്നു. നിങ്ങൾ ദിവസവും ഉപയോഗിക്കുന്ന ആ സുഗന്ധം ഇവിടെ ഊർജ്ജസ്വലമായ പർപ്പിൾ പൂക്കളുടെ ഒരു വയലിൽ നിന്നായിരിക്കാം ആരംഭിച്ചത്. അണിയറക്ക് പിന്നിലെ ഈ കാഴ്ച നിങ്ങൾ ആസ്വദിച്ചെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമൻറ്റ് ചെയ്യാനും കൂടാതെ ഈ വീഡിയോ നിങ്ങളുടെ പെർഫ്യൂം ലവേഴ്സിന് ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക. ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിലും വലിയ ഇൻഫർമേറ്റീവ് വീഡിയോയുമായി ഉടൻ കാണുന്നതുവരെ ഗുഡ് ബൈ.